ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇപ്പോൾ സ്കൂൾ എന്തായാലും തുറന്നിരിക്കുമല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് 3 ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി അതുപോലെ തന്നെ പോഷകപ്പൊടിയും കൂടിയാണ് ഇട്ടിട്ടുള്ളത്. ഇതുകൂടി അരച്ച് ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോഷകപ്പൊടി കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ തന്നെ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തേങ്ങ ചിരകി തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആ പൊടിയിലേക്ക് എടുത്ത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏലക്കാപ്പൊടി നമുക്ക് ചേർക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഏലക്കയാണെങ്കിൽ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കട്ട ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിയാക്കിയിട്ട് നന്നായിട്ട് അരിച്ച് തന്നെ ഒഴിക്കണം. അരിച്ചൊഴിക്കുന്നത് ശർക്കരയിൽ ധാരാളം കല്ലും മണ്ണുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് അരിച്ച് തന്നെ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. അരിച്ചൊഴിച്ച ശേഷം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല, കാരണം അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ആ രീതിക്ക് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കുന്ന പാത്രമാണ് വേണ്ടത്, ഇഡലി ചെമ്പ്. അതിനകത്ത് നമുക്ക് കോരി ഒഴിച്ച് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2 തട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ 2 തട്ടിലും കൂടെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് കോരി ഒഴിച്ച് വെക്കാവുന്നതാണ്. ഇത് നല്ല ഒരു കട്ടിക്ക് തന്നെയാണ് ഇതിൻ്റെ ബാറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്ക് തന്നെ എടുക്കുക. ഒത്തിരി ഒഴുകി പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒത്തിരി കട്ട പിടിച്ച രീതിയിലോ ആകരുത്. അത്യാവശ്യം നമുക്കിങ്ങനെ ഒഴിയുന്നതും എന്നാൽ തീരെ വെള്ളം പോലും അല്ലാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ മൂടി വെച്ചൊരു 10-15 മിനിറ്റ് മതിയാവും. നന്നായിട്ട് ആവിയിൽ വേകുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഏലക്ക ടേസ്റ്റും പഴവും ശർക്കരയൊക്കെ ഇഷ്ടമുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് വളരെയധികം ഇഷ്ടമാവും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ബൈ.